വർഷഫലത്തിൽ ഇടവം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇവർക്ക് എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങളായിരുന്നു, കാര്യം നടക്കുന്നില്ല, പല പല ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ. എന്നാൽ അതിൽ നിന്നുമെല്ലാം മാറി ഈ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുകയും കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും അത് വിദ്യാർത്ഥികൾക്ക് ഒരു വിദ്യാഭ്യാസപരമായി അവർക്കുണ്ടായിരുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറി വിജയത്തിലെത്തുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ വന്നു ചേരുവാനായി ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത്, അതിപ്പോൾ ഏത് മേഖലയായാലും ശരി, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായാലും ശരി, ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിലായാലും ശരി, വിദ്യാർത്ഥികൾ പഠിക്കുന്നിടത്താണെങ്കിലും ശരി, സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു മേഖല, അതായത് വീട്ടിലെ കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് വളരെ മന്ദഗതിയിൽ അലസമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന എല്ലാം ഒരു അടുക്കും ചിട്ടയുമായിട്ട് നല്ല സ്മാർട്ടായി ഈ ഒരു വർഷക്കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ നക്ഷത്രക്കാർക്ക് കടബാധ്യതകൾ കുറയുവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല കടബാധ്യത ഉണ്ടായിരുന്നു, തീർക്കാൻ പറ്റിയില്ല. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സാമ്പത്തികമായി കടങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരുന്നു, ലോണുകൾ എടുത്തുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷക്കാലഘട്ടം കൊണ്ട് അതെല്ലാം തിരിച്ച് അടച്ച് തീർക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടി വരും. എന്നാൽ ഈ യാത്രകളിലൂടെ നിങ്ങൾക്ക് ഒരു ദോഷങ്ങൾ വരും, അതായത് ഒരു ഉയർച്ച ഉണ്ടാകില്ല. ആ യാത്രകൾ ചെയ്യുന്ന മുഖാന്തരം നഷ്ടങ്ങൾ വരിക, സമയനഷ്ടം, ധനനഷ്ടം, മാനഹാനി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ആലോചിച്ച് പല കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവുക. അതിന് തടസ്സങ്ങൾ, അതായത് ആ കാര്യം നടക്കാതെ ഇരിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ശാരീരികപരമായിട്ടുള്ള ക്ലേശങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് അവരുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള പ്രശംസയൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകാരം കിട്ടും. അതായത് ഇവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെയും ഒരു ബഹുമാനമില്ലാതെയെല്ലാമാണ് സ്റ്റാഫുകളോടോ അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്ന് ജീവിതത്തിൽ വരികയും അവർ മുഖാന്തരം ഗുണങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. അതായത് വളരെ അംഗീകാരങ്ങളും അല്ലെങ്കിൽ പ്രശസ്തിയും കഴിവുകളും ഉള്ള സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ വരികയും അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കൾ വീണ്ടും നിങ്ങളെ പരിചയപ്പെടുകയും അവർ മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ, ഈ ഒരു വർഷം ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ദീർഘകാലമായി ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരു വർഷം നടപ്പിലാക്കുവാൻ, അതിൻ്റെ തുടക്കം കുറിക്കുവാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു വീട് വയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ടാകും, വിവാഹത്തിന് സാധ്യതയുണ്ട്, ബിസിനസ്സിന് സാധ്യതയുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സുകൾ പഠിക്കുവാൻ സാധിക്കും, ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരുന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരുവാൻ, അതിനൊരു തുടക്കം കുറിക്കുവാൻ ഈ ഒരു വർഷം സാധിക്കുക തന്നെ ചെയ്യും. വ്യാപാരി വ്യവസായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സന്താനങ്ങളുടെ ഒരു മോശം പ്രവൃത്തി കാരണം ചെറിയ മനോദുഃഖം ഉണ്ടാകാൻ ഈ ഒരു വർഷം സാധ്യതയുണ്ട്. മാനസികപരമായി ചെറിയ ചെറിയ ദുഃഖങ്ങളുണ്ട്. അവർക്ക് വിവാഹം നടക്കുന്നില്ല, ജോലി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൃത്യമായ രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറുകൾ മാറിപ്പോകുന്നു, നമ്മളുടെ ഇഷ്ടത്തിന് വിപരീതമായി അവർ നടക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത ഈ ഒരു വർഷക്കാലഘട്ടം കാണുന്നുണ്ട്. നിങ്ങളുടെ ആഡംബരമായിട്ടുള്ള ജീവിതം, അത് ജീവിതത്തിലുണ്ടാകുന്ന അനാവശ്യ ചിലവുകൾ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഉടമ്പടി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിൽ എഗ്രിമെൻറ്റ് പോലത്തെ കാര്യങ്ങൾ വയ്ക്കുമ്പോഴേക്കും നിങ്ങൾ അതിനൊരു കൂടുതൽ സമയം കൂട്ടി വയ്ക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുവാൻ പറ്റുമെന്ന് ഉറപ്പായിട്ടൊരു വിശ്വാസം നമ്മൾ വന്നതിന് ശേഷം അതിനൊരു ഉറപ്പ് പറയുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഈ ആരോഗ്യ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഇതെല്ലാം മാറി വളരെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ പൂജിക്കുക, ഭഗവാന് വഴിപാടുകൾ നടത്തുക. ഇങ്ങനെ ഭഗവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി, പാൽപ്പായസ വഴിപാട്, നെയ്വിളക്ക് ഇതെല്ലാം കഴിപ്പിച്ച് മുന്നോട്ട് പോയാൽ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിനെല്ലാം മാറ്റം വരികയും നമുക്കുണ്ടാകുന്ന ഭാഗ്യങ്ങൾ അത് ഇരട്ടിയായി നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും.